ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന കറുത്ത സ്വർണമായ പെട്രോളിയത്തെക്കുറിച്ചാണ്. ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം എന്നത് വിവിധ ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ്. കഠിനമായ പാറകൾക്കിടയിൽ നിന്നാണ് ഇത് ഖനനം ചെയ്തെടുക്കുന്നത്. എന്നാൽ ഈ ക്രൂഡ് ഓയിൽ നേരിട്ട് നമുക്ക് ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. തിളനിലയിലുള്ള അഥവാ ബോയിലിംഗ് പോയിന്റിലുള്ള വ്യത്യാസം ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ടവറുകളെ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് വിളിക്കുന്നു. ക്രൂഡ് ഓയിൽ ചൂടാക്കുമ്പോൾ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റുള്ള ഘടകങ്ങൾ ആദ്യം ആവിയായി മുകളിലേക്ക് ഉയരുന്നു. ഉയർന്ന ബോയിലിംഗ് പോയിന്റുള്ളവ താഴത്തെ ലെയറുകളിൽ തന്നെ നിൽക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണ് പെട്രോൾ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പെട്രോളിൽ 5 മുതൽ 10 വരെ കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അടുത്തതാണ് മണ്ണെണ്ണ അഥവാ കെറോസിൻ. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇതിൽ 10 മുതൽ 16 വരെ കാർബൺ ആറ്റങ്ങൾ കാണപ്പെടുന്നു. വൻകിട വാഹനങ്ങളിലും എഞ്ചിനുകളിലും ഉപയോഗിക്കുന്ന ഡീസൽ മറ്റൊരു പ്രധാന ഘടകമാണ്. ഡീസലിൽ 16 മുതൽ 20 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ താപനിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നാഫ്ത ഇതിൽ നിന്ന് ലഭിക്കുന്നു. വാസലിൻ, ഗ്രീസ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാരഫിൻ വാക്സും ഇതേ പ്രക്രിയയിലൂടെയാണ് ലഭിക്കുന്നത്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ബിറ്റുമിനാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന അവശിഷ്ടം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പാചകവാതകമായ LPG യെക്കുറിച്ച് നോക്കാം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ എന്നത് 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽക്കെയിൻ ആണ്. ഇതിന്റെ മോളിക്യുലർ ഫോർമുല C4H10 എന്നാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ തരംതിരിക്കൽ നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് ഈ ടേബിൾ കൃത്യമായി പഠിക്കുന്നത് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അടുത്തതായി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. Online for all of Kerala, offline for Palakkad. Join us today.